ഉടുമ്പൻചോലയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാജാക്കാട്ടിലെത്തും. നാളെ വൈകിട്ട് 3 മണിക്ക് രാജാക്കാടെത്തുന്ന മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് മുന്നണി നേതാക്കളും പ്രവർത്തകരും. പ്രചരണ രംഗത്ത് ഇരുമുന്നണികളെയും പിന്നിലാക്കി ബഹുദൂരം മുന്നിലാണ് ഇടതുമുന്നണി. ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് സ്വകാര്യ സന്ദർശനങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിച്ച മേഖലാ അടിസ്ഥാനത്തിൽ റോഡ് ഷോയും ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ പ്രചരണങ്ങളുടെ ഭാഗമായി മേഖലാ കൺവെൻഷനുകൾ പൂർത്തീകരിച്ച ബൂത്തുതല കൺവെൻഷനുകളുടെ തിരക്കിലാണ് നേതാക്കൾ. ജില്ലയിൽ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി എത്തുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പ്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ 3 ഇടങ്ങളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുക. നാളെ കോതമംഗലത്ത് ആദ്യ പരിപാടി, പിന്നീട് വൈകിട്ട് 3 മണിക്ക് രാജാക്കാട് എത്തും. പിന്നീട് ഇടുക്കി മണ്ഡലത്തിലാണ് പിണറായി വിജയൻ സംസാരിക്കുക. രാജാക്കാട്ടിൽ 3 മണിക്കെത്തുന്ന പിണറായി വിജയനെ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങളുടെ തിരക്കിലാണ് നേതാക്കളും പ്രവർത്തകരും. രാജാക്കാട് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ക്രമീകരിച്ചിട്ടുള്ള വേദിയിലായിരിക്കും മുഖ്യമന്ത്രി പ്രസംഗിക്കുക. യോഗത്തിൽ 10,000-ലധികം ആളുകൾ പങ്കെടുക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ രാജാക്കാട് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ പ്രസംഗിക്കുന്നു. ഈ പരിപാടിയിൽ 15,000 പേരാണ് പങ്കെടുക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പിണറായി വിജയൻ പങ്കെടുക്കുന്ന യോഗത്തിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, ഉടുമ്പൻചോല MLA എം മണി, CPM സംസ്ഥാന കമ്മിറ്റി അംഗം KK ജയചന്ദ്രൻ, KK ശിവരാമൻ തുടങ്ങിയ ഇടതു നേതാക്കൾ സംസാരിക്കും. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്.